ആലപ്പുഴ എല്ലാ കാലത്തും അതിശക്തമായി കൃത്യമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയ ഒരു ജില്ലയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇക്കുറി എന്ത് എന്നുള്ളതാണ്, ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പണി. അപ്പോൾ അതുകൊണ്ട് പാലയുടെ കാര്യത്തിൽ നിന്ന് തുള്ളിയ പോലെ ഞാൻ അതിനില്ല, കുറച്ചുകൂടെ ക്രിട്ടിക്കലായി കാണാനും ഞാൻ തയ്യാറാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ജില്ലകൾ ഓരോന്നായി വരട്ടെ. 9 മണ്ഡലങ്ങൾ. ആദ്യം ആലപ്പുഴ മണ്ഡലം. ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ നല്ല മത്സരം, പുതിയ ഒരു ചെറുപ്പക്കാരനാണ് അവിടെ തോമസ് സ്ഥാനാർത്ഥിയായി UDF വന്നത്. നല്ല മത്സരമുണ്ടായിരുന്നു. എങ്കിലും വിജയ സാധ്യത മണ്ഡലം നിലനിർത്താൻ കഴിയുന്നത് അത് ഏറ്റവും കൂടുതൽ ചിത്തരഞ്ജൻ. നിശ്ചയമായി വളരെ ജനകീയനായി താഴെത്തട്ടിലൊക്കെ എല്ലാവർക്കും ഒപ്പം ആ സ്വീകാര്യത, MLA-മാരുടെ സ്വീകാര്യത ആ പട്ടികയിൽപ്പെട്ടു. അമ്പലപ്പുഴ സ്വന്തം നാടാണല്ലോ. എന്താണ് പറയാനുള്ളത്? നാളെ അറിയാം എന്നുള്ളതാണ്. വേറൊന്നുമല്ല, ജി സുധാകരൻ രാഷ്ട്രീയമായി സ്വീകരിച്ച ആ നടപടിയോടുള്ള കടുത്ത രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. അത് വളരെ ശക്തമായി കേരളമെമ്പാടും അലയടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ ക്ലെയിം ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹം അവിടുത്തെ മുൻ MLA കൂടിയാണ്. ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ചെയ്ത കേരള വികസനത്തിന്റെ ഭാഗമായി ചെയ്തതൊക്കെ അദ്ദേഹത്തിന്റെ നേട്ടമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ജി സുധാകരൻ പറഞ്ഞില്ലേ, താനാണോ സർക്കാർ എന്ന് ഷാജഹാനോട് ചോദിച്ചു. താനും തന്റെ ഭാര്യയുമാണോ സർക്കാർ എന്ന് ഷാജഹാനോട് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ജി സുധാകരൻ ആ വികസനത്തിന്റെ ഒരു ഒന്നാം പിണറായി സർക്കാർ നടത്തിയ വികസനത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചു. അതാണ് അതിലെ പ്രശ്നം. പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്താണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാൻ കഴിയുന്ന നില വന്നാൽ അത് വളരെ ശക്തി. അത് തന്നെയാണ് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും പ്രതീക്ഷ. അത് ആ നിലയിൽ വന്നാൽ, പക്ഷേ അപ്പോഴും BJP-യുടെ വോട്ടുകൾ ഇദ്ദേഹം 5000 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം പോകും? സലാം പറഞ്ഞത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എത്രമാത്രം BJP വോട്ടുകൾ ജി സുധാകരൻ പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭൂരിപക്ഷം. ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഞാൻ പാർട്ടി വിട്ടിട്ടില്ല, മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ ഇട്ടോക്ക്? അത് സുധാകരനല്ലേ എന്തെല്ലാം എങ്ങനെയെല്ലാം മാറ്റി മാറ്റി പറയുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ. പക്ഷേ അതും വേറെ പരാതികളൊക്കെ കൊടുത്ത് ഓരോ ദിവസവും അങ്ങനെ പോകുന്നുണ്ടല്ലോ. അരൂർ വളരെ ശക്തമായ മത്സരം നിന്ന മണ്ഡലമാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയും എന്നാണ് LDF-ന്റെ നല്ല പാലം. അത് നിശ്ചയമായും അങ്ങനെ നോക്കിയാൽ LDF-ന് അരൂര് നിശ്ചയമായും LDF ജയിക്കേണ്ടത് തന്നെയാണ് അരൂരിൽ. പക്ഷെ നല്ല മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളും പ്രവചനാതീതമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ചെങ്ങന്നൂർ സജി ചെറിയാൻ മികച്ച വിജയം നേടും ഉറപ്പായും കരുതുന്ന മണ്ഡലം തന്നെയാണ്. UDF-ന് പോലും അങ്ങനെ വലിയ കാര്യമായ ക്ലെയിമില്ല. ചേർത്തലയും അത് തന്നെയാണ്. പ്രസാദ് വളരെ ജനകീയനായ P. പ്രസാദ് മന്ത്രി അവിടെ മികവോടെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് അതൊക്കെ LDF-ന്റെ അക്കൗണ്ടിൽ പെടുന്നതാണ്. പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റായിരുന്നു, അതിതായിരുന്നു. ഇക്കുറിയും ആ നിലയിൽ തന്നെയാണ് കണക്കുകൂട്ടലുകൾ. UDF-ന് ജിസ്മോൻ YF-ന്റെ വളരെ പ്രധാനപ്പെട്ടൊരു യുവ നേതാവാണ് YF-ന്റെ. കായംകുളം പ്രതിഭയ്ക്ക് മുൻതൂക്കമുണ്ട്, വളരെ കൃത്യമായ മേൽക്കൈയുണ്ട്. അവരവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു MLA എന്നതിൻ്റെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സഹതാപ തരംഗം അത് ലിജു കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം തോറ്റുകൊണ്ടിരുന്നതാണ്. അതെ, അപ്പോൾ എല്ലായിടത്തും അദ്ദേഹം കരഞ്ഞ് വളരെ സഹതാപം ആർജിക്കാൻ കഴിയും വിധത്തിലേക്ക് ഉള്ള ഒരു പ്രചാരണ രീതിയാണ് എടുത്തത്. ഈ പ്രതിഭയെ കുറിച്ച് UDF ക്യാമ്പിൽ നിന്ന് വളരെ മോശം പറയാമെന്ന് ആ മോശമായ പരാമർശമൊക്കെ സ്ത്രീകൾക്കിടെ അത് ഈ സഹതാപം ആർജിക്കാൻ ലിജു ശ്രമിച്ചപ്പോൾ അപ്പുറത്ത് പ്രതിഭയെ ആക്ഷേപിച്ചതിനെതിരായ ഒരു സ്ത്രീകളുടെ പൊതുവികാരം, അവർ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള പൊതുസ്വീകാര്യത, ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ മുൻതൂക്കം അഡ്വാൻറ്റേജ് മണ്ഡലം നിലനിർത്താൻ കഴിയും LDF-ന് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒപ്പം ഞാൻ ഈ കാണുന്ന ഒരു ഒറ്റ ഫാക്ടറാണ്, 4 വർഷമായി 4 തവണയായിട്ട് ഞാൻ തോറ്റു, അല്ലെങ്കിൽ 3 തവണയായി ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്നു, ഇനിയെങ്കിലും എനിക്കൊരു അവസരം എന്ന് പറയുന്ന ലിജുവിൻ്റെ ഒരു കരച്ചിൽ വ്യാപകമായി. നല്ല രാഷ്ട്രീയം ചിന്തിക്കുന്ന. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ എങ്കിലും പ്രതിഭയ്ക്ക് വിജയസാധ്യത ഏറെ പ്രതിഭയ്ക്കാണ്. കുട്ടനാട് വലിയ മത്സരമായിരുന്നു. ഈ പറഞ്ഞതുപോലെയുണ്ട്, അവിടെ UDF വ്യവസായിയായിട്ടുള്ള ആളാണ്, റെജിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അദ്ദേഹം അതിനനുസരിച്ച് ഒത്ത നിലയിൽ അവിടെ പ്രവർത്തിച്ചു, അറിഞ്ഞു പ്രവർത്തിച്ചു. തോമസ് എങ്ങനെ ആര് ജയിച്ചു വരും എന്നത് പറയാൻ തൽക്കാലം കഴിയില്ല, പ്രവചനാതീതമാണ്. ഒരു പ്രവചനവും വേണ്ടാത്ത ഇടം മാവേലിക്കരയും മികവ സ്ഥാനാർത്ഥിയും വലിയ തോതിൽ ആളുകൾക്ക്. UDF-ന് വലിയ നല്ല മത്സരമൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ചെങ്ങന്നൂർ, മാവേലിക്കര അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഷാജഹാനുണ്ട്. ഷാജഹാനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ഷാജഹാൻ, UDF-ന്റെ കണക്കൂട്ടൽ അതാണ് ഏറ്റവും പ്രധാനമായി അറിയാനുള്ളൊരു കാര്യം. UDF കണക്കൂട്ടുന്നത് എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ? ഇത്തവണ എത്ര സീറ്റുകൾ വരെ നേടാം എന്നാണ് അവർ കരുതുന്നത്? അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാര്യം ബാക്കിയെല്ലാം ആലപ്പുഴക്കാരനായിട്ടുള്ള ശരത്ത് പറഞ്ഞു കഴിഞ്ഞു, വളരെ കൃത്യമായിട്ട് കണക്കുകൾ നിരത്തി ശരത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ പറയുന്നത്
അവരുടെ അവകാശവാദം എന്ന് പറയുമ്പോൾ ശരത്തെ ഞാൻ അവരുടെ അവകാശവാദമാണ് പറയുന്നത്. UDFിൻ്റെ അവർ പറയുന്നത് കായംകുളം, അമ്പലപ്പുഴ, ഹരിപ്പാട്, അരൂർ, ഈ 4 മണ്ഡലം, പിന്നെ കുട്ടനാട്, ഇത്രയും മണ്ഡലവും അവർ പിടിക്കുമെന്നുള്ളൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാര്യം അരൂർ മണ്ഡലം വരെ പിടിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ പെരുമ്പളം, നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പെരുമ്പളം നിവാസികൾക്ക് വേണ്ടി ഒരു പാലം പണിത സർക്കാരാണ്. അരൂർ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അവരാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അവർ വീണ്ടും മത്സരിക്കുകയാണ്. അവർക്കെതിരെ യാതൊരുവിധ ആരോപണങ്ങളുമില്ല. വളരെ ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ദലീമ ജോജോ. അപ്പോൾ അവിടെ വരെ തോൽക്കുമെന്ന് പറയുമ്പോൾ നമുക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രത്തോളം സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 9 മണ്ഡലങ്ങളിൽ, ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ, ഹരിപ്പാട് പോലും ഇത്തവണ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ സന്ദീപ് വചസ്പതി വന്നതോടുകൂടി BJPയുടെ വോട്ടുകൾ നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരുന്നു എന്നൊരു പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ത്രികോണ മത്സരം നമുക്ക് ഹരിപ്പാട് പ്രതീക്ഷിക്കാം. ഹരിപ്പാടിൽ നിന്ന് ആര് ജയിച്ചു വരും എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അമ്പലപ്പുഴ മണ്ഡലം നമുക്കറിയാമല്ലോ, അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യം ഇത്രയും കാലം LDFിനോടൊപ്പം നിന്നു, ഇടതുപക്ഷത്തോടൊപ്പം നിന്നു, CPMനോടൊപ്പം നിന്നൊരു നേതാവ് എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടും ഏറ്റവും ഒടുവിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പ്രസ്ഥാനത്തെ വരെ തള്ളിപ്പറഞ്ഞു, സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ വരെ തള്ളിപ്പറഞ്ഞ ഒരു നേതാവ് അദ്ദേഹമാണ് മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ G സുധാകരന്റെ കണക്കൂട്ടൽ എന്താണ്? UDFിന്റെ കണക്കൂട്ടൽ എന്താണ്? BJPയുടെ വോട്ടും UDFിന്റെ വോട്ടും എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ജയിക്കാം എന്നാണോ കരുതുന്നത്? പക്ഷേ അതിനെതിരായ ഒരു വോട്ടിന്റെ സാധ്യത അമ്പലപ്പുഴയിൽ എത്രമാത്രം? ഇത് ശരിയായ രാഷ്ട്രീയമല്ല എന്ന നിലയിൽ രൂപപ്പെടുമോ? തീർച്ചയായിട്ടും ശരത, നമുക്കവിടെ കാണാൻ സാധിച്ചത് കോൺഗ്രസ്, നമുക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ നല്ലൊരു പ്രവർത്തനം കാണാൻ സാധിച്ചു. പക്ഷേ അത് അമ്പലപ്പുഴയിൽ അത് തീരെ അതിൻ്റെ പകുതി പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. കാര്യം കൈപ്പത്തി ചിഹ്നത്തിലല്ല ഇദ്ദേഹം മത്സരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം അടിക്കടി ഓരോ വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, എന്നെ പിന്തുണയ്ക്കുന്നത് UDF ആണ് എന്നുള്ള രീതിയിലാണ്. അതായത് അദ്ദേഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പല വേദികളിലും പ്രസംഗം. അത് കോൺഗ്രസിനുള്ളിൽ വളരെയധികം അസ്വാരസ്യങ്ങൾ കിടന്നു നൽകിയിട്ടുണ്ട്. അവർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നതിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. പലപ്പോഴും നേതൃത്വം തന്നെ ഇടപെട്ട് അത് മാറ്റി അങ്ങനെ സംസാരിക്കരുതെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അമ്പലപ്പുഴയിൽ പലരെയും അപമാനിക്കുന്ന തരത്തിലുള്ള വാദങ്ങളല്ല, അത്തരം സംസാരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ആലപ്പുഴ ജില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവെ LDFിൻ്റെ ക്യാമ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഹരിപ്പാട് മണ്ഡലമായിരുന്നു. അതുപോലും ഇത്തവണ ലഭിക്കില്ല എന്നൊരു പ്രവചനമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കണക്കുകൂട്ടലാണ്.